Hi all, welcome to Chapter 1 Civil. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിന്റെ ഒരു ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുമ്പം പഠിക്കാനുള്ള കുറച്ച് പോർഷൻസ് ആണ്. എന്നുവെച്ചാൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ കൂടിയാണ്. പിന്നെ ഈ RCC നിങ്ങൾ പഠിച്ചു തുടങ്ങുക അല്ലെങ്കിൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഏതാണ് എപ്പോഴും മറന്നു പോകും. അപ്പോൾ ആ മറന്നു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് പോർഷൻസ് മാത്രം പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ ഇന്നത്തെ ഈ റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിന്റെ ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് റെയിൻഫോഴ്സ്മെന്റ് റിക്വയർമെന്റ് ആണ്. അത് ബീമിന്റെ, സ്ലാബിന്റെ, അതുപോലെ തന്നെ കോളത്തിന്റെ, ഇതിന്റെ എല്ലാത്തിന്റെയും ഈ റെയിൻഫോഴ്സ്മെന്റ് റിക്വയർമെന്റും അതിന്റെ സ്പേസിങ്ങും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി അല്ലെങ്കിൽ ഇനീഷ്യൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോർഷനാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബീമിലേക്ക് പോകാം. ബീമിൽ ഇപ്പം മിനിമം ഏരിയ ഓഫ് റെയിൻഫോഴ്സ്മെന്റും ആവശ്യമുണ്ട്, മാക്സിമം എത്ര റെയിൻഫോഴ്സ്മെന്റ് പെർസെൻറ്റേജ് ഓഫ് ഏരിയയിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ഏരിയ റെയിൻഫോഴ്സ്മെന്റിനായിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ മിനിമം എത്ര പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ മിനിമം ഏരിയ ഓഫ് ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ്, ടെൻഷൻ കംപ്രഷനും രണ്ടും ബീം എടുക്കുന്നുണ്ട്. അപ്പം ടെൻഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം മിനിമം ഇത്രയെങ്കിലും ഏരിയ ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതാണ് 0.85 FI ഇൻറ്റു BD എന്ന് പറയുന്നത്. ഇത് നമ്മൾ പിന്നെ AST/BD = 0.85 FI എന്നുള്ള ഇക്വേഷൻ എന്നാണ് നമ്മളിത് എടുക്കുന്നത്. എന്ന് വെച്ചാൽ 0.85 FI ഇൻറ്റു ഏരിയ ഓഫ് ദി ബീം, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി ബീം. ഇനി മിനിമം ഏരിയ ഓഫ് കംപ്രഷൻ റെയിൻഫോഴ്സ്മെന്റ് എത്ര മിനിമം പ്രൊവൈഡ് ചെയ്യാന്ന്. മിനിമം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ 0 ഒട്ടും കൊടുക്കാണ്ടിരിക്കാം. കാരണം എന്താണ്, ഓൾറെഡി അതിലുള്ള കോൺക്രീറ്റ് തന്നെ കംപ്രഷൻ എടുക്കും. ഇനി മാക്സിമം ഏരിയ ഓഫ് ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ്, ഒരു ബീമിൽ എത്രത്തോളം മാക്സിമം റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം, അത് 4% ആണ്. എന്ന് വെച്ചാൽ ഗ്രോസ് ഏരിയയുടെ 4% മാത്രമേ റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. കംപ്രഷൻ റെയിൻഫോഴ്സ്മെന്റ് ആണെങ്കിലും അങ്ങനെ തന്നെ, മാക്സിമം 4% ഓഫ് ഗ്രോസ് ഏരിയ മാത്രമേ കംപ്രഷൻ റെയിൻഫോഴ്സ്മെന്റ് ആയിട്ടും ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ടോട്ടൽ റെയിൻഫോഴ്സ്മെന്റിന്റെ മാക്സിമം ഏരിയ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി എന്ന് വെച്ചാൽ ടെൻഷൻ പ്ലസ് കംപ്രഷൻ 8% ഓഫ് ഗ്രോസ് ഏരിയ. അപ്പോൾ ഇത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ബീം പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം അറിഞ്ഞേണ്ട കാര്യങ്ങൾ. മിനിമം ഏരിയ ഓഫ് ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് 0.85 by FI, minimum area of compression reinforcement 0, maximum area of tension reinforcement 4% of the gross area B into capital D, total depth, maximum area of compression reinforcement 4% of BD, gross area, maximum reinforcement is equal to 8%. ഇനി നമ്മൾ ബീമിന്റെ ഡെപ്ത് ഗ്രേറ്റർ ദാൻ 750 mm ആവുകയാണെങ്കിൽ നമ്മൾ സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെന്റും കൂടി പ്രൊവൈഡ് ചെയ്യണം. ബീമിന്റെ ഡെപ്ത് വല്ലാതെ കൂടുതലാണെങ്കിൽ ഇതിലൂടെ ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് പ്രൊവൈഡ് ചെയ്യാം? അത് ടോട്ടലായിട്ട് 0.1% ഓഫ് ദി വെബ് ഏരിയ മാത്രമേ പാടുള്ളൂ. വെബ് ഏരിയന്റെ ടോട്ടൽ 0.1% സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ മാക്സിമം സ്പേസിംഗ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ വെബ് തിക്നെസ് അല്ലെങ്കിൽ 300 mm, മാക്സിമം 300 mm വരെ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വെബ് തിക്നെസ് വരെ. ഇപ്പോൾ വെബ് തിക്നെസ് കുറവാണെങ്കിൽ, ഇപ്പോൾ 250 mm ഉള്ളെങ്കിൽ 250 mm പ്രൊവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ വെബ് തിക്നെസ് 350 mm ആണെങ്കിൽ 350 mm പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, 300 mm, മാക്സിമം 300 mm വരെ പോകാൻ പാടുള്ളൂ. ഇനി ഈ സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെന്റിന്റെ എൻഡ് കവർ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇവിടെയാണ് സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ഇവിടുന്ന് ഈ ബീമിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടായിരിക്കണം. അപ്പം ആ എൻഡ് കവർ എന്ന് പറയുന്നത് 25 mm അല്ലെങ്കിൽ 2 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ബാറോ, ഇതിലേതാണോ മാക്സിമം അത് പ്രൊവൈഡ് ചെയ്യുന്നത്. വെച്ചാൽ 25 mm എങ്കിലും മിനിമം വേണം. ഇനി ഈ 2 ഇൻറ്റു 5 ഓഫ് ബാർ ചെയ്യുമ്പോൾ, ഡയമീറ്റർ ഓഫ് ബാർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 50 ആണെങ്കിൽ 50 പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് 2 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ബാർ ചെയ്യുമ്പം 20 ആണ് കിട്ടുന്നുള്ളെങ്കിൽ 25 പ്രൊവൈഡ് ചെയ്യണം. മിനിമം 25 വേണം. ഇനി മാക്സിമം സ്പേസിംഗ് ഫോർ ഷിയർ റെയിൻഫോഴ്സ്മെന്റ്. ഇനി ഷിയർ റെയിൻഫോഴ്സ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് വെർട്ടിക്കൽ സ്റ്റിറപ്പായിട്ട് നമ്മൾ ഷിയർ റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കാറുണ്ട്, ഇൻക്ലൈൻഡ് സ്റ്റിറപ്പായിട്ടും കൊടുക്കാറുണ്ട്. അപ്പം ഈ വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആണെങ്കിൽ അതിന്റെ മാക്സിമം സ്പേസിംഗ് പോകാൻ പാടുള്ളത് ഈ എഫക്റ്റീവ് ഡെപ്തിന്റെ 75% ആണ്. എന്ന് വെച്ചാൽ 0.75 D or 300 mm, മാക്സിമം 300 പാടുള്ളൂ, അല്ലെങ്കിൽ 0.75 D. ഇനി ഇത് ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് ആണെങ്കിൽ 75% അല്ല, ടോട്ടൽ ഡെപ്ത് എഫക്റ്റീവ് ഡെപ്ത് എത്രയുണ്ടോ അത്ര തന്നെ മാക്സിമം സ്പേസിങ്. പക്ഷെ മാക്സിമം
300 mm വരെ പാടുള്ളൂ. അടുത്തത് സ്ലാബ്. സ്ലാബിന് പ്രൊവൈഡ് ചെയ്യേണ്ട മിനിമം റെയിൻഫോഴ്സ്മെന്റ്. മിനിമം റെയിൻഫോഴ്സ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ 0.15% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയയും, HYST സ്റ്റീൽ ആണെങ്കിൽ 0.12, കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് 0.12% മതി. അടുത്തത് റെയിൻഫോഴ്സ്മെന്റിന്റെ ഡയമീറ്റർ. അത് ബാറിന്റെ തിക്നെസിന്റെ 8ൽ1 ഭാഗമാണ് മാക്സിമം പാടുള്ളൂ. അപ്പം സ്ലാബിന്റെ തിക്നെസിന്റെ 8ൽ1 ഭാഗം. അപ്പൊ സ്ലാബ് ഇപ്പം 32 ആണെങ്കിൽ അത് പിന്നെ ഡയമീറ്റർ മാക്സിമം 4 mm പാടുള്ളൂ. ഇനി മാക്സിമം സ്പേസിങ് എന്ന് വെച്ചാൽ നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലുള്ള മാക്സിമം സ്പേസിങ്. അത് മെയിൻ ബാർസ് ആണെങ്കിൽ 3D അല്ലെങ്കിൽ 300 mm, ഇതിലേതാണോ വലുത് അത്, ഇതിലേതാണോ ചെറുത് അത്, എന്ന് വെച്ചാൽ മാക്സിമം 300 mm വരെ പാടുള്ളൂ. ഇനി മാക്സിമം സ്പേസിങ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് അതാണെങ്കിൽ 5D or 450 mm, മാക്സിമം 450 mm വരെ പാടുള്ളൂ. അപ്പോൾ ഇതിലേതാണോ ചെറുത് ആ വാല്യൂ പ്രൊവൈഡ് ചെയ്യാം. ഇനി ഒരു മിനിമം സ്പേസിങ് വേണം. മിനിമം സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ തിക്കർ ബാറിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അഗ്രിഗേറ്റിന്റെ സൈസിനേക്കാൾ 5 mm കൂടുതൽ. ഇതിലേതാണോ വലുത് അതാണ് മിനിമം സ്പേസിംഗ്. ഇനി 3 ടൈപ്പ് ഓഫ് സ്ലാബിന് നമുക്ക് പരിചയപ്പെടാം. ഐസോട്രോപിക് സ്ലാബ്, ഓർത്തോട്രോപിക് സ്ലാബ്, ഫ്ലാറ്റ് സ്ലാബ്. ഇതിൽ ഐസോട്രോപിക് സ്ലാബ് എന്ന് പറഞ്ഞാൽ അതിന് പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും എല്ലാ ഡയറക്ഷനിലും. ഓർത്തോട്രോപിക് സ്ലാബ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് എല്ലാ ഡയറക്ഷനിലും സെയിം അല്ല, പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിൽ ഡിഫർ ചെയ്യും. ഇനി ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറഞ്ഞാൽ ഈ ബീം ഇല്ലാതെ നേരെ കോളത്തിൽ വന്ന് റെസ്റ്റ് ചെയ്യുന്ന സ്ലാബിനെയാണ് നമ്മൾ ഫ്ലാറ്റ് സ്ലാബ് എന്ന് വിളിക്കാം. അപ്പം ഡ്രോപ്പ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എന്ന് വെച്ചാൽ സ്ലാബിന്റെ കോളത്തിനൊരു ഡ്രോപ്പ്, സ്ലാബ് ഇങ്ങനെ ആണെങ്കിൽ അതിന് ഇവിടെ ഒരു ഡ്രോപ്പ് വെച്ചിട്ട് പിന്നെ കോളം. അപ്പോൾ ഈ ഡ്രോപ്പ് ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം. നേരെ കോളത്തിലേക്ക് റെസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള സ്ലാബിനെയാണ് നമ്മൾ ഫ്ലാറ്റ് സ്ലാബ് എന്ന് വിളിക്കുന്നത്. അടുത്തത് കോളം. കോളത്തിന്റെ മിനിമം റെയിൻഫോഴ്സ്മെന്റ്. മിനിമം റെയിൻഫോഴ്സ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് 0.8% ഓഫ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. കോളത്തിന് മിനിമം റെയിൻഫോഴ്സ്മെന്റ് വേണ്ടത് 0.8% ആണ്. ഇനി അത് പെഡസ്റ്റൽ ആണെങ്കിൽ, പെഡസ്റ്റൽ എന്ന് പറഞ്ഞാൽ ചെറിയ കോളം അല്ല ശരിക്കും, അതിന്റെ എഫക്റ്റീവ് ലെങ്ത് ഏറ്റവും ചെറിയ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷന്റെ 3 ടൈംസിനേക്കാൾ കുറവാണെങ്കിൽ, 3 ഇരട്ടി ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷനെക്കാട്ട് കുറവാണ് അതിന്റെ ലെങ്ത് എങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട മിനിമം റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് 0.15% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഇനി മാക്സിമം ഏരിയ ഓഫ് റെയിൻഫോഴ്സ്മെന്റ്. മാക്സിമം ഏരിയ ഓഫ് റെയിൻഫോഴ്സ്മെന്റ് ലാപ്ഡ് ആണെങ്കിലും നോട്ട് ലാപ്ഡ് ആണെങ്കിലും 2 ടൈപ്പ് ആണ്. അപ്പോൾ നോട്ട് ലാപ്ഡ് ആണെങ്കിൽ 6% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ വേണം. ഇനി ലാപ്ഡ് ആണെങ്കിൽ അത്രയും വേണ്ട, 4% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയയെ മാക്സിമം റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ലാപ്പിംഗ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ 32 mm കൂടുതലുള്ളത് നമ്മൾ ടൈ ചെയ്ത് ലാപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. അവിടെ വെൽഡിങ് നമ്മൾ യൂസ് ചെയ്യണം. 32 mm ബാർ ആണ് ഡയമീറ്റർ ഓഫ് ബാർ എങ്കിൽ, ഈ ലാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാറിന്റെ ഡയമീറ്റർ 32 mm കൂടുതലാണെങ്കിൽ വെൽഡിങ് വെച്ചിട്ട് വേണം അത് ടൈ ചെയ്യാൻ. അല്ലാതെ ടൈ ചെയ്ത് കമ്പി വെച്ച് ചുറ്റി ടൈ ചെയ്യാൻ വേണ്ടി പാടില്ല. അത് ജോയിൻ ചെയ്യാൻ വെൽഡിങ് യൂസ് ചെയ്യണം. ഇനി റെയിൻഫോഴ്സ്മെന്റിന് യൂസ് ചെയ്യേണ്ട മിനിമം ഡയമീറ്റർ, ഏത് കോളത്തിൽ യൂസ് ചെയ്യേണ്ട മിനിമം ഡയമീറ്റർ റെയിൻഫോഴ്സ്മെന്റിന് ഈസ് 12 mm. 12 mm ആയിരിക്കും കോളത്തിൽ ഉണ്ടാകുന്ന മിനിമം ഡയ ഓഫ് ദി റെയിൻഫോഴ്സ്മെന്റ് ബാർ. ഇനി അടുത്തത് മാക്സിമം സ്പേസിംഗ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ്. അത് 300 mm ആണ്. 300 mm കൂടുതൽ സ്പേസിംഗ് റെയിൻഫോഴ്സ്മെന്റിൽ കൊടുക്കാൻ വേണ്ടി പാടില്ല കോളത്തിൽ. ഇനി മിനിമം നമ്പർ ഓഫ് ബാർസ് വേണ്ടത് റെക്ടാങ്കുലർ കോളാണെങ്കിൽ 4, സർക്കുലർ കോളാണെങ്കിൽ 6. ഇനി അത് നമ്മൾ ചുറ്റി വെക്കുന്ന ലാറ്ററൽ ടൈസ്, അതിന്റെ ഡയമീറ്റർ ഒന്നില്ലെങ്കിൽ 6 mm അല്ലെങ്കിൽ 1/4 ഓഫ് മെയിൻ ബാറിന്റെ ഡയമീറ്റർ. മെയിൻ ബാറിന്റെ ഡയമീറ്ററിന്റെ 4/1 ഭാഗം അല്ലെങ്കിൽ 6 mm. ഇതിലേതാണോ വലുത് അതാണ് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറ്.
അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് IS കോഡുകളാണ്. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെൻറ്റ്സിന് ഉള്ള ഡിഫറെൻറ്റ് IS കോഡ്സ്. ആദ്യം നമ്മൾ നോക്കുന്നത് 33, 43, 53 ഗ്രേഡ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കോഡാണ്. അതിൽ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ 33ക്ക് 3 നമ്പേഴ്സാണ്, 43ക്ക് IS കോഡിൻ്റെ 4 നമ്പേഴ്സാണ്, 53 ഗ്രേഡിന് 5 നമ്പേഴ്സാണ്. 33ൻ്റെ കോഡ് 269 ആണ്, IS കോഡ് 269 ആണ്. 33 ഗ്രേഡ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഉള്ള IS കോഡ്. ഇനി 43 അവിടെ നിൽക്കട്ടെ. 53ൽ 5 നമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഈ 269 കൂടി ഉണ്ട്. 12269 ആണ് 53 ഗ്രേഡിൻ്റെ IS കോഡ്. ഇനി 43 ആണെങ്കിൽ അത് 8112, 4 നമ്പർ ആണുള്ളത്, 8112. അടുത്ത റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമെന്റ്. റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമെന്റും ഹൈഡ്രോഫോബിക് സിമെന്റും നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. എന്ന് വെച്ചാൽ ഇതിന് രണ്ടിന്റെ IS കോഡിൽ 804 ഉണ്ട്. രണ്ടും 4 അക്കമാണ്, പ്ലസ് 804 കോമൺ ആണ്. അപ്പോൾ 8041 ആണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്, 8043 ആണ് ഹൈഡ്രോഫോബിക് സിമെന്റ്. ഹൈഡ്രോഫോബിക് സിമെന്റ് നമുക്ക് ഒരുപാട് കാലം സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് സർഫസിൽ നിന്ന് അബ്സോർബ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിലിക് ആസിഡും അതുപോലെ തന്നെ സ്റ്റിയറിക് ആസിഡിൻ്റെയൊക്കെ കണ്ടന്റ് ഉണ്ട് ഈ ഹൈഡ്രോഫോബിക് സിമെന്റിൽ. അതിനെ ഹൈഡ്രോഫോബിക് ആക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത് ഒലീക് ആസിഡോ അല്ലെങ്കിൽ സ്റ്റിയറിക് ആസിഡോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഈ ഹൈഡ്രോഫോബിക് സിമെന്റിന്റെ ആവശ്യം. ഈ റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമെന്റും അതെ കോൾഡ് വെതർ കണ്ടീഷനിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രണ്ടിനും കോമൺ ആയിട്ട് ഈ കോൾഡ് വെതർ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ IS കോഡിന് സിമിലാരിറ്റി ഉണ്ടെന്ന് ഓർക്കുക. 8041 ആണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്, 8043 ആണ് ഹൈഡ്രോഫോബിക് സിമെന്റ്. ഇനി പോർട്ട്ലാൻഡ് പൊസോൾന സിമെന്റ് IS കോഡാണ് 1489. അത് ഫ്ലൈ ആഷ് ആണെങ്കിൽ പാർട്ട് 1ഉം ക്ലേ ബേസ്ഡ് ആണെങ്കിൽ പാർട്ട് 2 ആണ്, IS 1489. ഇനി ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെന്റ്, അതുപോലെ തന്നെ സൾഫേറ്റ് റെസിസ്റ്റിംഗ് പോർട്ട്ലാൻഡ് സിമെന്റ്, ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് 12ലാണ്. 12 സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ 53 ഗ്രേഡും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെന്റും സൾഫേറ്റ് റെസിസ്റ്റിംഗ് പോർട്ട്ലാൻഡ് സിമെന്റും. ഈ ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെന്റ് നമുക്കറിയാം നമ്മൾ ഡാം കൺസ്ട്രക്ഷൻ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സൾഫേറ്റ് റെസിസ്റ്റിംഗ് പോർട്ട്ലാൻഡ് സിമെന്റും അതെ നമ്മൾ ഡാം കൺസ്ട്രക്ഷൻ മാസീവ് കോൺക്രീറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ രണ്ടും 12ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെന്റ് 12600, സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് 12330. 12600 ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെന്റിന്റെ IS കോഡാണ്. 12330 സൾഫേറ്റ് റെസിസ്റ്റിംഗ് പോർട്ട്ലാൻഡ് സിമെന്റിന്റെ IS കോഡാണ്. ഇനി ഹൈ അലൂമിന സിമെന്റും സൂപ്പർ സൾഫേറ്റഡ് സിമെന്റും, ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് 6ലാണ്, 4 നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പം ഹൈ അലൂമിന എന്ന് പറഞ്ഞാൽ അലൂമിന കണ്ടന്റ് കൂടുതൽ, സൂപ്പർ സൾഫേറ്റഡ് സൾഫേറ്റ് കണ്ടന്റ് കൂടുതൽ. അപ്പം രണ്ടിനും ഹൈ, കുറച്ച് കൂടുതലായിട്ടിടുന്ന സംഗതികൾക്ക് 6ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 4 നമ്പറുള്ള 6ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 6000 സംതിങ്. ഹൈ അലൂമിന സിമെന്റ് നമ്മൾ സീവർ അപ്പർട്ടണൻസിൽ അതുപോലെ തന്നെ മറൈൻ ഏരിയ എൻവയോൺമെന്റിലൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഹൈ അലൂമിന സിമെന്റ് 645 നല്ല ടെമ്പറേച്ചർ എല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. IS 6452 ഹൈ അലൂമിന സിമെന്റ് 6452. സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ് നമ്മൾ ഇതുപോലെ തന്നെ മാസീവ് കോൺക്രീറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അത് 6909 സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ്, 6452 ഹൈ അലൂമിന സിമെന്റ്. ഇനി അടുത്ത പറയുന്ന അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ മുന്നത്തെ ഇതിൽ കണ്ട അത്രയും സിമെന്റിന്റെ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, സ്റ്റിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈസ് ചെയ്ത് പോകാന്നുള്ളതാ. റെയിൻഫോഴ്സ്മെന്റിന്റെ IS കോഡ്സ്. മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ അത് IS 432ലാണുള്ളത്. ഹൈ സ്ട്രെങ്ത് ഡിഫോംഡ് ആണെങ്കിൽ 1786. വയർ ഫാബ്രിക് ആണെങ്കിൽ 1566. മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ 432, ഹൈ സ്ട്രെങ്ത് ആകുമ്പോൾ 1786. വയർ ഫാബ്രിക് ഹാർഡ് ഡ്രോൺ സ്റ്റീൽ വയർ ഫാബ്രിക് ആണെങ്കിൽ 1566. ഇനി സ്ട്രക്ചറൽ സ്റ്റീൽ ആണെങ്കിൽ 2062. സ്ട്രക്ചറൽ സ്റ്റീൽ 2062. മെറ്റീരിയൽ സ്റ്റോറേജ് സ്പെസിഫൈ ചെയ്യുന്ന IS കോഡ് 4082 ആണ്. ഇനി നമ്മൾ വർക്കബിലിറ്റിന്റെ ഒക്കെ മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് കോൺക്രീറ്റ് ഉള്ളത് 1199. വർക്കബിലിറ്റി 1199. മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് കോൺക്രീറ്റ് 1199. പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതിന്റെ IS കോഡ് എന്തായാലും ഓർമ്മ വേണം, 1343. പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിന്റെ IS കോഡ്. ഇനി ഫ്ലൈ ആഷിന്റെ സ്പെസിഫിക്കേഷൻസ് ഉള്ള IS കോഡാണ്
3812, fly ash 3812, granulated slag, granulated blast furnace slag in the specifications 12089, 12089, aggregates 383. ഇത് ഓർമ്മ വേണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രിഗേറ്റ്സിൻ്റെ IS കോഡാണ് 383. മെത്തേഡ്സ് ഓഫ് ടെസ്റ്റ് ഫോർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, കോൺക്രീറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെങ്ത് ടെസ്റ്റ്, അത് 516, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ കണ്ടുപിടിക്കാനുള്ള അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻസും ഉള്ളത് 516ലാണ്. ഇനി അത് സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണെങ്കിൽ ഈ 516 ഇതിലുണ്ട്, അതിൻ്റെ ഇടയിൽ 8ഉം കൂടി വന്നു 5816. സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് 5816. ഇനി ഫിസിക്കൽ ടെസ്റ്റ് ഓഫ് ഹൈഡ്രോളിക് സിമെൻ്റ് ആണെങ്കിൽ അത് നമ്മുടെ കളർ ടെസ്റ്റ്, പിന്നെ നമ്മുടെ സൗണ്ട്നെസ് ടെസ്റ്റ്, അതുപോലെയുള്ള ആ ടെസ്റ്റുകളാണെങ്കിൽ 4031ലാണ് ഉള്ളത്. അത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ആണെങ്കിൽ ഈ 4031 തന്നെ പാർട്ട് 5ലാണ് ഈ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈംസിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് ടെസ്റ്റ്, പിന്നെ വാട്ടറിൻ്റെ ആണെങ്കിൽ അപ്പം നമുക്ക് ക്യൂറിങ്ങിന് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് മിക്സിൽ യൂസ് ചെയ്യുന്ന വാട്ടർ ആണെങ്കിലും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം പറഞ്ഞിട്ടുള്ളത്, ക്വാളിറ്റി ക്വാണ്ടിറ്റേറ്റീവ് സ്പെസിഫിക്കേഷൻസ് എല്ലാം പറഞ്ഞിട്ടുള്ള IS കോഡാണ് 3015. 3015 വാട്ടറിൻ്റെ ടെസ്റ്റ്, കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ടെസ്റ്റ് ആണെങ്കിൽ 516, അത് ഇൻ പെർട്ടിക്കുലർ സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണെങ്കിൽ 5816, ഫിസിക്കൽ ടെസ്റ്റ് ആണെങ്കിൽ 4031, അഗ്രിഗേറ്റ്സ് ആണെങ്കിൽ 383. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ശരിക്കും RCC നമ്മൾ ഇനീഷ്യലായിട്ട് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ എപ്പോഴും ഓർമ്മ വേണ്ട ടോപ്പിക്കാണ്. അപ്പം അതിൽ മാക്സിമം IS കോഡ് എല്ലാം നമ്മൾ പറയുന്നില്ല, IS കോഡ് ആ സിമെൻറ്റിൻ്റെ സ്പെഷ്യൽ സിമെൻറ്റ് ടൈപ്സ് ഓഫ് സിമെൻറ്റിൻ്റെ എങ്കിലും ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ബീം, സ്ലാബ്, കോളത്തിൻ്റെ ഈ റെയിൻഫോഴ്സ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. അത് ഇങ്ങനെ എപ്പോഴും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ടിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കായിരുന്നു നമ്മൾ ഇന്ന് കവർ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് നമ്മുടെ സ്ലൈഡ്സിൽ നമ്മുടെ ചാനലിലെ കണ്ടന്റ് എല്ലാം യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രം ചാപ്റ്റർ 1 സിവിൽ.